ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഞാൻ ഒരിടത്ത് കണ്ടൊരു ഡിസൈനാണ്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഒന്ന് മേക്ക് ചെയ്ത് നോക്കാനുള്ള ശ്രമമായിരുന്നു എൻ്റേത്. അപ്പോൾ ഏകദേശം ഞാനൊന്ന് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്: വൈറ്റ് പേഴ്സ് 4mm, ഗോൾഡൻ മെറ്റൽ ബോൾസ് 3mm. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ള ചെയിൻ എൻ്റേത് അല്പം കണ്ണി വലുപ്പമുള്ളതാണ്. ചെറിയ കണ്ണിയുള്ള ചെയിൻ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയുണ്ടായിരിക്കും. പിന്നെ ജബ്രിങ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എച്ച് ഷേപ്പ് ഹുക്കാണ്. പിന്നെയുള്ളത് ഗോൾഡൻ മെറ്റൽ വയർ ആണ്. ഇതിന്റെ സൈസ് 0.3mm ആണ്. പിന്നെ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് പ്രസ്സിംഗ് പ്ലെയറും കട്ടിംഗ് പ്ലെയറും. ഇനി മെറ്റൽ വയർ ഇതേപോലെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക. ഇവിടെ ഞാൻ 5 വൈറ്റ് പേഴ്സും അതുപോലെ ഒരു മെറ്റൽ ബോൾസും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഈ 4 വൈറ്റ് പേഴ്സ് ആദ്യം കോർത്തെടുക്കുകയാണ്. ഇനി ഇതാ ഈ മെറ്റൽ ബോൾസ് മെറ്റൽ വയർ ഇതേപോലെ ചേർത്ത് ഒന്നിച്ച് പിടിച്ച് ഒന്നിച്ച് കോർത്തെടുക്കുന്നു. ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇതേപോലെ മെറ്റൽ ബോൾസിനെ ആ 4 ബീഡ്സിന് സെൻട്രലായിട്ട് മടക്കി കൊണ്ടുവരുന്നു. അതിനുശേഷം ഈ 2 വൈറ്റ് പേഴ്സിനുള്ളിലൂടെ കോർത്തെടുക്കുന്നു. മറുവശത്തും നമ്മൾ ഇതേപോലെ തന്നെ കോർത്തെടുക്കുന്നു. മെറ്റൽ വയർ ഇതേപോലെ കോർത്തെടുക്കാൻ നമുക്ക് പ്രസ്സിംഗ് പ്ലെയർ ഇവിടെ യൂസ് ചെയ്യാം. ഇനി അടുത്ത ബീഡ്സിലേക്ക് ഞാൻ കോർത്തെടുക്കുകയാണ്. ഇതേപോലെ തന്നെ നമ്മൾ മറുവശത്തും കോർത്തെടുക്കുകയാണ്. പ്രസ്സിംഗ് പ്ലെയർ ഉപയോഗിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് അടുത്ത വൈറ്റ് പേൾ ഇട്ട് കൊടുക്കുന്നു. അതിനെ മറുവശത്തുള്ള മെറ്റൽ വയർ ഉപയോഗിച്ച് ക്രോസ് ചെയ്ത് കോർത്തെടുക്കുന്നു. ഇതേപോലെ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. ഇരുവശത്തും ടൈറ്റ് ചെയ്യുക. പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഫ്ലവർ മോഡലിൽ കിട്ടും. ഈ ഗ്യാപ്പ് ഒന്ന് ഞാൻ പ്രസ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ഇതവിടെ കറക്റ്റായി കിട്ടിക്കോളും. നന്നായിട്ടൊന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചു കൊടുക്കുക. ഇപ്പം ഒരു ഫ്ലവർ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഒരു ചുറ്റും കൂടെ ഓരോ ബീഡ്സിനുള്ളിൽ കൂടെ കൊടുക്കണം. അല്ലെങ്കിൽ അത് നമ്മൾ ഇവിടെ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അയഞ്ഞു പോരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ചുറ്റും കൂടെ ഇരുവശത്തു നിന്നും ഞാൻ ഓരോ ബീഡ്സ് വഴി കൊടുക്കുകയാണ്. മറുവശത്തുള്ള മെറ്റൽ വയർ കൂടി ഇതേപോലെ ബീഡ്സിലൂടെ കോർത്ത് എടുക്കുക. നമ്മൾ ഇതുപോലെ വലിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞു പോകരുത് വയർ. അപ്പോൾ ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റാതെ വരും. വയർ കട്ടായി പോകാനും സാധ്യതയുണ്ട്. അപ്പം സൂക്ഷിച്ചത് വലിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഇരുവശത്തു നിന്നും ഒരു റൗണ്ട് ചുറ്റിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. ചേർത്ത് വെച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ആ ടിപ്പ് ഊർത്ത് നിൽപ്പുണ്ടെങ്കിൽ അത് ഈ പ്ലെയർ വെച്ച് ഒന്ന് അകത്തേക്കൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഇടുമ്പോൾ നമ്മളുടെ ദേഹത്തൊന്നും കൊള്ളാത്ത രീതിയിൽ. അപ്പോൾ ഇവിടെ ഒരു ഫ്ലവർ
നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ദേ ബാക്കിയുള്ള ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറയുന്നത് ചെയിനെ കട്ട് ചെയ്തെടുത്ത് നമ്മൾ ബിറ്റ്വീൻ കോർത്ത് കൊണ്ടുവരണം, കണക്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഈ ചെയിൻ ഞാൻ ഈ ഒരു ലെങ്തിൽ മുറിച്ച് എടുത്തിട്ടുണ്ട്, ഓരോ പീസായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ ചെയിനെ ഒരു ഫ്ലവറിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഇനി മറുവശത്തേക്ക് ഒരു ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം വീണ്ടും ഒരു ചെയിൻ ആ ഫ്ലവറിലേക്ക് കൊടുക്കുന്നു, വീണ്ടും ഫ്ലവറിനെ അറ്റാച്ച് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ മാല ലെങ്ത് കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നു. ഞാൻ ഇവിടെ 7 ഫ്ലവർ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദാ ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കും. അപ്പോൾ ദാ ഈ മാല ഞാൻ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ഫ്ലവറിനെയും ചെയിനെയും കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ദാ ഈ ഒരു സൈഡിലുള്ള എൻഡിങ്ങിൽ ഞാൻ കുറച്ച് നീളത്തിൽ തന്നെ ചെയിൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാലയുടെ നീളത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊളുത്ത് ഇടാനായിട്ടുള്ള പാകത്തിൽ. മറുവശത്ത് കുറച്ച് പകുതി നീളത്തിൽ ചെയിൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അറ്റത്ത് നമുക്കൊരു ജംറിങ് ഇട്ട് കൊടുക്കണം. അതിലോട്ടാണ് നമ്മൾ എസ് ഷേപ്പ് ഹുക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ ജംറിങ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്, കാരണം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ചെയിനിന്റെ കണ്ണി വലുതായതുകൊണ്ട്. പക്ഷെ ഞാനിവിടെ തൽക്കാലം ജംറിങ് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതിലോട്ട് നമ്മൾ എസ് ഷേപ്പ് ഹുക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതാ നമ്മുടെ മാല ഇവിടെ ഫിനിഷ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിതിന്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം.